ബൈ ഇന്ന് ചാച്ചാന്റെ കുഞ്ഞിന്റെ മുടി കൊഴിച്ചിലാണ്. ഞാനിപ്പോ തൊപ്പിയിട്ടിട്ട് അടുക്ക് പോകുന്നതെന്ന് വെച്ചെങ്കിൽ നേരെ മദ്രസക്ക് പോയിട്ടാണ് അടുത്തേക്ക് പോകുന്നത്. അങ്ങനെ മദ്രസും കഴിഞ്ഞ് ബസ്സും കയറിയിട്ട് നമ്മ ഇപ്പൊ ബാബിന്റെ പൊരക്ക് എത്തിയിട്ടുണ്ട്. ബാബിന്റെ പൊരലാണ് മുടി കൊഴിച്ചില്. എന്റെ മാമാന്റെ പൊരന് കുറച്ചപ്പുറത്ത് തന്നെയാണ് ബാബിന്റെയും പൊര. അതുകൊണ്ട് തന്നെ ചാച്ചാന്റെ കുഞ്ഞിക്ക് മാമാന്റെ അടുക്ക് പോകണമെന്ന് തോന്നിയെങ്കിൽ നടക്കാനുള്ള ദൂരേ ഉള്ളൂ. അല്ലാണ്ട് എന്റെ പോലെ കാടും മലയും ബസ്സൊന്നും കയറിയിട്ട് വരണ്ട. അപ്പൊ ഇതാണ് നമ്മളെ ഫാമിലിയിലെ ന്യൂ മെമ്പർ, എന്റെ ചാച്ചാന്റെ ഫസ്റ്റ് പ്രൊഡക്റ്റുമായ മുഹമ്മദ് മുജിത്തബ മെഹബീൻ. അങ്ങനെ മുടി കൊഴിച്ചിലെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ എന്റെ പോലെ സെറ്റ് ആയിട്ടുണ്ട് കുഞ്ഞ്. അപ്പോഴത്തേക്ക് നമ്മളെ ഫുഡെല്ലാം റെഡി. അങ്ങനെ 2 നെയ്പ്പത്തിലും ബീഫ് കറിയും കൂട്ടിയിട്ട് ഞാൻ തുടക്കം വെച്ച്. അങ്ങനെ ഫുഡ് അടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മാമാന്റെ പേർക്ക് വിട്ട്. വീടെത്തി നോക്കുമ്പോ ചാച്ച വീഡിയോ കോൾ ആക്കിയിട്ടുണ്ട്. ചാച്ച ഇപ്പൊ സൗദിയിൽ നിന്ന് എങ്ങനെ വരാൻ ചെയ്യുന്നില്ലേ? കാരണം ചാച്ചാന്റെ കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞിട്ട് വരുന്നത് മാത്രം ചാച്ചാന്റെ മനസ്സിലിരിപ്പ് പറ. ഇതിപ്പോ ഞാൻ പറഞ്ഞത് തിരിഞ്ഞവർക്ക് തിരിഞ്ഞു, ഇല്ലാത്തവരും നട്ടം തിരിഞ്ഞു. അങ്ങനെ പുറത്തിറങ്ങി നോക്കുമ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു വന്ന ഞങ്ങളെ ചങ്ങായി പ്രണവിനാണെന്ന്. റൊണാൾഡോന്റെ കട്ട ഫാനായ ഞാൻ വേറെ ഡ്രസ്സൊന്നും ഇല്ലായിട്ട് അനിയന്റെ മെസ്സിന്റെ ജേഴ്സി ഇട്ടിരിക്കാണ് ഞാൻ. യോമിന് ബാംഗ്ലൂരിൽ നിന്ന് വന്നോണ്ട് തന്നെ എന്തെങ്കിലും മേങ്ങി തരണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മളെ നാട്ടിലെ ഒരു പീടിയായി നമ്മൾ ഔക്കർച്ചാന്റെ പീടിയൊക്കെ പോയിരിക്കാണ്. പിന്നെ ഇതാണ് നമ്മളെ ഔക്കർച്ച. ഇവിടുന്ന് നമുക്ക് ഞാനൊരു കുപ്പി വാങ്ങി തന്നു. ചങ്ങായി ബാംഗ്ലൂരിൽ കുറെ പൈസ ആക്കിന്ന് തോന്നുന്നു, ഗൂഗിൾ പേ എല്ലാം ആക്കുന്നുണ്ട്. ബാംഗ്ലൂരിൽ എന്ത് പണിന്ന് പഠിച്ചോന്നറിയാം. പുറല് കുറെ കുട്ടിപ്പട്ടങ്ങൾ ഉണ്ടോണ്ട് തന്നെ ഓർക്ക് കുറച്ച് പെപ്സി മേങ്കിലും നമ്മ കിട്ടും. അങ്ങനെ അതും കഴിഞ്ഞ് വൈകുന്നേരം കളിക്കാനും വേണ്ടിട്ട് ഓരോരോ ആൾക്കാരെ പൊരക്ക് പോയിട്ട് വിളിക്കാണ്. ഇറ്റിങ്ങളുടെ വലിയ MLA മാറുന്ന് നമ്മ പോയിട്ട് വിളിച്ചിട്ട് തന്നെയാണ് കളിക്കാൻ വരാൻ. പെണ്ണ് കെട്ടാനായിട്ട് പിള്ളേരെ കളി മാറാത്ത നിങ്ങൾ ആ ചങ്കിനിടെ മെൻഷൻ ചെയ്തു. അങ്ങനത്തെ എന്റെ ഒരു ചങ്കാണിത്. വലിയ ഓവർ കോൺഫിഡൻസിലെ ഇതിലെ തുള്ളിയതാണ്. 8ന്റെ അല്ല 16ന്റെ അല്ല 64ന്റെ പണി ഞങ്ങൾക്ക് കിട്ടും. ഞാൻ തുള്ളുന്നാണുമ്പോ നിങ്ങൾക്ക് എന്ത് പ്രശ്നം കാണില്ല. തുള്ളുന്നതിന് മുമ്പാണ് അവിടെ പ്രശ്നം നടന്നത്. ഞാൻ തുള്ളുന്നതിന്റെ ഇടയിൽ ആ കിലോ എന്നറിയുന്ന ചെടിക്ക് മുട്ടിപ്പോയി. ആ ചെടി മുട്ടിയോ പിന്നെ ചൊറച്ചിലായിരിക്കും. പിന്നെ എന്ത് പറയില്ലേ, കഴപ്പന്നെ. അങ്ങനെ എല്ലാരും വിളിച്ച് സെറ്റാക്കിട്ട് ഇപ്പൊ നമ്മള് മെയിൻ ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നല്ല കളിയും പാസ്സാക്കിട്ട് പൊരക്ക് വിട്ട്. അപ്പോ ബൈ.